നമ്മൾ പലവട്ടം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും, അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ പുതിയ എൻട്രി ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നാൽ BJPയിലെ കാര്യങ്ങൾ ഇതുവരെ വല്ലാതെ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വരുന്ന 2 തെരഞ്ഞെടുപ്പുകളും BJPയെ സംബന്ധിച്ച് അതിനിർണായകമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പുകളായതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേടേണ്ടത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും അനിവാര്യമാണ്. ഈ തിരിച്ചടി നേരിട്ടാൽ രാജീവ് ചന്ദ്രശേഖർ തെറിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താഴെത്തട്ട് മുതൽ ശക്തമായ പ്രവർത്തനങ്ങളാണ് BJP നിലവിൽ നടത്തി വരുന്നത്. സംഘപരിവാർ സംഘടനകളും വളരെ സജീവമായി തന്നെ BJPക്ക് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തി വരുന്നതായാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ഇക്കാര്യം ഗൗരവമായി കണ്ട് കൂടുതൽ സജീവമാകാൻ CPMഉം അവരുടെ പ്രവർത്തകർക്ക് ഇതിനകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് നിലവിലെ പാലക്കാട് നഗരസഭാ ഭരണം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഇത്തവണ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നതും പ്രധാന അജണ്ടയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിൻ്റെ ഇരട്ടിയോളം സീറ്റുകളിലെ വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാവിപ്പട ആഗ്രഹിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ 10ൽ കുറയാത്ത സീറ്റുകളിലാണ് BJP നേതൃത്വം വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം മുൻനിർത്തിയാണ് ഇത്തരമൊരു കണക്ക് BJP നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശ്ശൂർ, ഒല്ലൂർ, മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നത് BJP ആണ്. കോൺഗ്രസിലെ തമ്മിലടി കൂടി ഗുണം ചെയ്താൽ ഈ 11 സീറ്റിനും അപ്പുറം സീറ്റുകൾ നേടുമെന്നതാണ് അവരുടെ അവകാശവാദം.